അപ്പോൾ എന്തായാലും നമ്മുടെ KJK മീഡിയയുടെ ബാനറിൽ നമ്മൾ ഇറങ്ങാൻ പോകുന്ന അലി അക്ബർ എന്ന സിനിമയിൽ നമ്മൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഞാൻ ചേച്ചിയോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചേച്ചി എപ്പോഴും ആക്ട് ചെയ്തിട്ടുള്ളത് ഈ ഡ്യുവറ്റ് സോങ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഒന്നല്ലെങ്കിൽ ഫീമെയിൽ വോയിസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഞാൻ കേട്ടിട്ടുള്ള ഫീമെയിൽ വോയിസ് ചേച്ചി പാടിയത് കുറേ വോയിസുകളാണ്. പക്ഷെ ഇതൊരു വളരെ ഡിഫറെൻ്റ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം 2 വർഷത്തിന് ശേഷം ഒരു ഡ്യുവറ്റ് സോങ് ചെയ്തു, അപ്പോൾ ഒരു മുസ്ലിം ക്യാരക്ടർ ചെയ്തു. അതിലേറെ വളരെ പ്രത്യേകമായിട്ട് ഒരു മെയിൽ വോയിസ് ആണ് ശരിക്കും ഒരു സിംഗറായിട്ട് വരുന്നത്. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീരപ്പൂക്കൾ കുമ്മ കൊടുക്കുന്ന ലേഡി വോയിസ്, ബാൽ കണ്ണാടി നോക്കി ലേഡി വോയിസ്, ഇതും മുത്തമിറ്റ നേരം പുട്ടും പോകുന്നതാലും ലേഡീസ് വോയിസ്. അതുപോലെ എല്ലാ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലേഡീസ് വോയിസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു മെയിൽ വോയിസ് ട്രൈ ചെയ്യാം എന്ന ഒരു തോന്നലാണ് ഈ പ്രാവശ്യം വെറൈറ്റി ആയിരിക്കും. അത് തീർച്ചയായിട്ടും നല്ല അടിപൊളി വോയിസ് ആണ്. കാരണം സച്ചിൻ ബാല എന്നിട്ടുള്ള സിംഗറാണ് ശരിക്കും ഇത് പാടിയിരിക്കുന്നത്. അത് ഞാൻ കേട്ടില്ല, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു വോയിസ് ആണ്, ഒരു നല്ലൊരു മെലഡി. എല്ലാവരും കണ്ണിങ്ങനെ അടിച്ച് കേട്ടാൽ നല്ലൊരു ലിറിക്സും കൂടെ അടിപൊളി ലിറിക്സാണ്. ഒപ്പം KVK പോയ ലിറിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല പാട്ടുകൾക്ക് ലിറിക്സ് ചെയ്തിട്ടുള്ളതാണ് KVK പോയ. അപ്പോൾ എന്തായാലും നമ്മുടെ KJK മീഡിയയുടെ ബാനറിൽ ഷാനി ഫൈരൂർ സംവിധാനം ചെയ്യുന്ന അലി അക്ബർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൻ്റെ ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതലും സംസാരിച്ചത് ഈ ഒരു ചിത്രത്തിൻ്റെ പാട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ചേച്ചിയോട് എനിക്ക് വളരെ ഒരു വ്യത്യസ്തത തോന്നിയെന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു മുസ്ലിം ക്യാരക്ടറുമായിട്ട് ചേച്ചി വരുന്നു. ഒപ്പം തന്നെ മലയാളത്തിലെ ഒരു വലിയ ഒരു ഡുവറ്റ് എൻട്രി ആയിട്ടാണ് പിന്നെ വരുന്നത്. നായിക കഥാപാത്രമായിട്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വരുന്നു. ഒപ്പം തന്നെ ചേച്ചിയുടെ ഒട്ടുമിക്ക സോങ്ങുകൾക്കും, ഒട്ടുമിക്ക നല്ല ചേച്ചി അഭിനയിച്ച എല്ലാ സോങ്ങുകൾക്കും ഫീമെയിൽ വോയിസ് ആണ് വരാറുള്ളത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റാണ്, ഒരു മെയിൽ വോയിസ് ആണ് ശരിക്കും. എന്ത് തോന്നുന്നു? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഓൾവേസ് ഞാൻ കേട്ടിട്ടുള്ളത് റൊമാൻറ്റിക് ലവ് സ്റ്റോറീസ് മാത്രം ചെയ്തു. അപ്പോൾ ഒരു ലേഡീസ് വോയിസ് അതിൻ്റെ ഒരു ചേർവായിട്ട് അങ്ങനെ ഒരു ലക്കായിട്ട് അത് കൂട്ടിയിട്ടു. ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ വരുമ്പോൾ ഒരു മെയിൽ വോയിസ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ, അതിനൊരു ലക്ക് ചെയ്യാം. ടോട്ടലി മേക്ക് ഓവർ. നമ്മുടെ ലൈലയിൽ നിന്ന് തങ്കത്തിർന്ന് ശ്രീദേവി ടീച്ചർ പോയി, പിന്നെ ലൈലായി, എല്ലാം ലേഡീസ് വോയിസ്. ഇപ്പോൾ പക്ഷേ ജുമാന വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൽസിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ജുമാന. അപ്പോൾ മെയിൽസ് ആയിക്കോട്ടെ പാടിയിരിക്കുന്നത് സച്ചിൻ ബാല എന്ന് പറഞ്ഞിട്ടുള്ള സിംഗറാണ് കേട്ടോ. ഇതിൻ്റെ സിംഗറായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സ് ചെയ്തിട്ടുള്ളത് നൗഷാദ് പാറന്നൂരാണ്. ഒപ്പം മനോഹരമായിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ളത് KJK കോയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളാണ്. കാരണം മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആളുകളാണ് എല്ലാവരും. കാരണം അടിപൊളി വോയിസ് നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നല്ല അതിമനോഹരമായ KJK കോയയുടെ മനോഹരമായ മ്യൂസിക്, നൗഷാദ് മനോഹരമായ ലിറിക്സ്, അത്ര തന്നെ പറഞ്ഞു. കാരണം അതിന് മനോഹരമായിട്ടുള്ള ഫീൽ തന്നെ ആയിരിക്കും ചേച്ചി അഭിനയിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു നല്ല മോട്ടിവേഷൻ, നല്ല ഷോർട്സ്, മറ്റേ ബ്യൂട്ടി ഓഫ് ദ ലൊക്കേഷൻ എല്ലാം പറ്റിയാണ്. കാരണം പ്രതീക്ഷയാണ്, കാത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു കൂട്ടുകെട്ട്, കാരണം സച്ചിൻ അതുപോലെ തന്നെ നൗഷാദ് ഒപ്പം കോയക്ക ഇവരെല്ലാവരുടെ ആ ഒരു കൂട്ടുകെട്ട്, കാരണം ഒരു സംഗീതം. ഞാനും ഒരു മേക്ക് ഓവറിന് വേണ്ടി ഒരു തിരിച്ച് വരാൻ വേണ്ടിയാണ് വെയിറ്റിംഗ്. അപ്പോൾ ഈ സോങ് മൂലം ഐ വാണ്ട് മലയാളികൾ വീണ്ടും ലൈലയ്ക്ക് ശേഷം ജുമാനനെ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ലാത്ത വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം നമുക്ക്.